നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ തുടക്കം നൽകിയിരിക്കുന്നത് ഡോക്ടർ BR അംബേദ്കർ 1927 ലെജിസ്ലേറ്റീവ് കൗൺസിൽ നടത്തിയ ഒരു പ്രസംഗത്തിലൂടെയാണ്. എഡ്യൂക്കേഷൻ ഷുഡ് ബി മെയ്ഡ് ആക്സസിബിൾ ടു ആൾ, വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാകണം എന്ന് തുടങ്ങുന്ന ഒരു പ്രസംഗത്തിലൂടെയാണ്. അപ്പോൾ ഇത് ആര് പറഞ്ഞാണെന്ന് ചോദിക്കാം. ആര് പറഞ്ഞാണത്? ഡോക്ടർ BR അംബേദ്കർ. പ്രസംഗം നടത്തിയത് ഡോക്ടർ BR അംബേദ്കർ ആണ് 1927. ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. തുടക്കം ഇത് എക്സ്ട്രാ കൗൺസിൽ ബോഡി ആയിരുന്നു, പിന്നീട് ഇത് ഭരണഘടനാ സ്ഥാപനമായി മാറി. അത് 2018 അതും കൂടി ഇത് മനസ്സിലാക്കിയിരിക്കുക. ഇത് നമ്മളിന്റെ ഒബ്ജക്റ്റീവ് ആണ് മനസ്സിലാക്കുന്ന പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ഒബ്ജക്റ്റീവ്. അപ്ലിഫ്റ്റ് ഓഫ് ദ സോഷ്യലി എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻസ്, സാമൂഹികമായിട്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന്റെ ഉന്നമനം അല്ലെങ്കിൽ പുരോഗതിയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അപ്ലിഫ്റ്റ് ഓഫ് ദ സോഷ്യലി എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻസ്. കൂടാതെ സബ്മിറ്റ് സജഷൻസ്, നിർദ്ദേശങ്ങൾ സമർപ്പിക്കൽ ടു അഡ്രസ് ദ ബാക്ക്വേർഡ്നെസ് ഓഫ് ദ സോഷ്യലി എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻസ്, സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള അഡ്രസ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കൽ. സബ്മിറ്റ് സജഷൻ ടു അഡ്രസ് ദ ബാക്ക്വേർഡ്നെസ് ഓഫ് ദ സോഷ്യലി എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻസ്, സാമൂഹികമായിട്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കലും ഇവരുടെ ജോലിയാണ്, ഇവരുടെ ലക്ഷ്യമാണ്. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റീവ് എങ്ങനെയൊക്കെയാണ്? അപ്ലിഫ്റ്റ് ദ സോഷ്യലി എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻ, കൂടാതെ സബ്മിറ്റ് സജഷൻ ടു അഡ്രസ് ദ ബാക്ക്വേർഡ്നെസ് ഓഫ് സോഷ്യലി എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻസ്. ഇനി നമ്മൾ ഈ കമ്മീഷന്റെ ഘടനയെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. സ്ട്രക്ചറാണ്. എസ്റ്റാബ്ലിഷ് 1993, സ്ഥാപിതമായി തീർന്ന പിന്നോക്ക വിഭാഗ കമ്മീഷൻ സ്ഥാപിതമായി തീർന്നത് 1993. ഇതിന്റെ താരൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കണം. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ആൻഡ് 3 മെമ്പേഴ്സ്. ചെയർപേഴ്സൺ ഉണ്ട്, കൂടാതെ ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, മറ്റ് 3 അംഗങ്ങളോട് ചേർന്നതാണ് നമ്മുടെ ഈ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ആൻഡ് 3 മെമ്പേഴ്സ്. They are appointed by President of India. ഇവരെ നിയമിക്കുന്നവരാണ് രാഷ്ട്രപതിയാണ്. അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഒഫീഷ്യൽ ടൈം, അവരുടെ കാലാവധി എത്രയാണെന്ന് മനസ്സിലാക്കണം. 3 years. കാലാവധി എത്രയാണ്? 3 years. ലാസ്റ്റ് ഭാഗത്തിൽ കമ്മീഷൻ റിസീവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ്. കമ്മീഷന്, ഈ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിക്കുകയുണ്ടായി. എന്നാൽ 2018 അപ്പൊ നമ്മള് ഇതിന്റെ ഘടന പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തത് പറഞ്ഞത് എസ്റ്റാബ്ലിഷ് 1993. കൂടാതെ കൺസിസ്റ്റ് ഓഫ് ആരൊക്കെയുണ്ട്? ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ആൻഡ് 3 മെമ്പേഴ്സ്. അടുത്ത ദേ ആർ അപ്പോയിന്റഡ് ബൈ ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഒഫീഷ്യൽ ടൈം എത്രയാണ്? 3 years, 3 വർഷം. കമ്മീഷൻ റിസീവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് എന്നാണ് 2018. ഈ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിക്കുകയുണ്ടായി 2018. അപ്പൊ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. പ്രധാനമായിട്ട് 3 സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്ന് പറയുന്നത്. ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ് ഇലക്ഷൻ കമ്മീഷൻ. രണ്ടെന്ന് പറയുന്നത് SC/ST കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. ഇനി അടുത്ത ഒന്നും കൂടി പറഞ്ഞു, ഏതാണത്? ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ, പിന്നോക്ക വിഭാഗ കമ്മീഷൻ. അത് ആദ്യം എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ആയിരുന്നു, അത് പിന്നീട് ഭരണഘടനാ പദവി ലഭിക്കുകയുണ്ടായി എന്നാണ് 2018. അപ്പൊ ഈ സ്ട്രക്ചർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ്? ഒന്നാമത്തെ ചെയർപേഴ്സൺ ആൻഡ് വൈസ് ചെയർപേഴ്സൺ, എസ്റ്റാബ്ലിഷ് 1993, ചെയർപേഴ്സൺ ആൻഡ് വൈസ് ചെയർപേഴ്സൺ ആൻഡ് 3 മെമ്പേഴ്സ്. അപ്പോയിന്റ് ബൈ ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ടൈം എത്രയാണ്? 3 years. റിസീവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് ഇൻ 2018. അപ്പൊ അത് 2018 ഇതിന് ഭരണഘടനാ പദവി ലഭിച്ചത്. അപ്പൊ അത്തരത്തിലുള്ള വൺ വേർഡ് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്, ഓർത്തിരിക്കുക. എന്നാണ് പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത്? എന്നാണ്? 2018. ഇനി നമ്മൾ ഇതിന്റെ ഫംഗ്ഷൻ ആണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെയാണ് പല കമ്മീഷനകത്ത് പറഞ്ഞ ഫംഗ്ഷൻ തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് പറയാണ്. സബ്മിറ്റ് റിപ്പോർട്ട് ടു ദ ഗവൺമെന്റ്, റിപ്പോർട്ട് സമർപ്പിക്കൽ, ഗവൺമെന്റ് റിപ്പോർട്ട് സമർപ്പിക്കൽ ഫോർ ദ വെൽഫെയർ ഓഫ് ദ ബാക്ക്വേർഡ് ക്ലാസസ്. ആരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്? പിന്നോക്ക വിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് റിപ്പോർട്ടായി സമർപ്പിക്കൽ. സബ്മിറ്റ് റിപ്പോർട്ട്സ് ഗവൺമെന്റ് ഫോർ ദ വെൽഫെയർ ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ്. ആരുടെയാണ്? പിന്നോക്ക വിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ, അതിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പരിപാടികളൊക്കെ റിപ്പോർട്ടുകളായിട്ട് ആർക്ക് അവതരിപ്പിക്കുക? ഗവൺമെന്റ് അവതരിപ്പിക്കുക. സബ്മിറ്റ് റിപ്പോർട്ട് ദ ഗവൺമെന്റ് ഫോർ ദ വെൽഫെയർ ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ്. അല്ലെങ്കിൽ ഇത് മൊത്തം നോക്കിയാലും കുഴപ്പമില്ല. സബ്മിറ്റ് റിപ്പോർട്ട്സ് ദ ഗവൺമെന്റ് ഓൺ ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് സിസ്റ്റം ഫോർ ദ വെൽഫെയർ ഓഫ് ദ ബാക്ക്വേർഡ് ക്ലാസസ്. ഇനി അടുത്ത ടു മേക്ക് എ റെക്കമെൻഡേഷൻ ഫോർ ടേക്കിംഗ് സ്റ്റെപ്സ് അഗെയിൻസ്റ്റ് അട്രോസിറ്റീസ് ഫേസ്ഡ് ബൈ ബാക്ക്വേർഡ് ക്ലാസസ്. ടു മേക്ക് എ റെക്കമെൻഡേഷൻ, നിർദ്ദേശങ്ങൾ നൽകുക. To make a recommendation for taking steps against atrocities faced by backward classes. പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ, അട്രോസിറ്റീസ് മീൻസ് ക്രൂരതകൾ അല്ലെങ്കിൽ അടിച്ചമർത്തലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരായിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കൽ. ടു മേക്ക് എ റെക്കമെൻഡേഷൻ ഫോർ ടേക്ക് സ്റ്റെപ്സ് അഗെയിൻസ്റ്റ് അട്രോസിറ്റീസ് ഫേസ്ഡ് ബൈ
ബാക്ക്വേർഡ് ക്ലാസ് പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കൽ. ടു മേക്ക് എ റെക്കമെൻഡേഷൻ ഫോർ ടേക്ക് സ്റ്റെപ്സ് അഗെയിൻസ്റ്റ് അട്രോസിറ്റീസ് ഫേസ്ഡ് ബൈ ബാക്ക്വേർഡ് ക്ലാസസ്. പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന അടിച്ചമർത്തൽ അല്ലെങ്കിൽ ക്രൂരതകൾക്കെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കൽ. ആൻഡ് ടു എൻഷുർ ജസ്റ്റിസ്, അടുത്ത പോയിന്റ് ആയിട്ട് കണക്കാക്കാൻ നമുക്ക് എന്ത് ഉറപ്പുവരുത്തുക? നീതി ഉറപ്പുവരുത്തുക. അപ്പോൾ 2 പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് സബ്മിറ്റ് റിപ്പോർട്ട്സ് ഗവൺമെന്റ് ഫോർ ദ വെൽഫെയർ ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ്. അടുത്ത ടു മേക്ക് റെക്കമെൻഡേഷൻസ്, നിർദ്ദേശങ്ങൾ സമർപ്പിക്കൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ടേക്ക് സ്റ്റെപ്സ് അഗെയിൻസ്റ്റ് അട്രോസിറ്റീസ് ഫേസ്ഡ് ബൈ ബാക്ക്വേർഡ് ക്ലാസസ്. പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ അടിച്ചമർത്തലുകൾ അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കൽ. അടുത്ത ആൻഡ് ടു എൻഷുർ ജസ്റ്റിസ്, എന്ത് ഉറപ്പുവരുത്തൽ? നീതി ഉറപ്പാക്കൽ. അടുത്ത പോയിന്റ് എക്സാമിൻ ഡിമാൻഡ്സ്. എക്സാമിൻ ഡിമാൻഡ്സ് റിലേറ്റഡ് ബാക്ക്വേർഡ് സ്റ്റാറ്റസ്. പിന്നോക്ക പദവി ആവശ്യപ്പെട്ടുകൊണ്ട് പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മുന്നോട്ട് വരും. അപ്പൊ അവർക്കെല്ലാം ഈ ആവശ്യങ്ങൾ അത് പരിശോധിക്കൽ, അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ആരാണ്? പിന്നോക്ക വിഭാഗ കമ്മീഷനാണ്. എക്സാമിൻ ഡിമാൻഡ്സ് റിലേറ്റഡ് ടു ബാക്ക്വേർഡ് സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ മണിപ്പൂർ വിഷയം തന്നെ മനസ്സിലാക്കാം. അവിടെ മെയ്തി എന്ന് അറിയപ്പെടുന്നത്, കുക്കി എന്ന് അറിയപ്പെടുന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ട ആൾക്കാർ പരസ്പരം ഇപ്പോഴും സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പരസ്പരം അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വേണമെന്ന് വെച്ചാൽ അതിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് നേരത്തെ തന്നെ പിന്നോക്ക വിഭാഗ പദവിയുണ്ട്, എന്നാൽ മറ്റൊരു വിഭാഗത്തിന് പിന്നോക്ക വിഭാഗ പദവി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുകയാണ്. അപ്പൊ ഇവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ്, മെയ്തി വിഭാഗവും കൂഗി വിഭാഗവും. അപ്പൊ ആ ഡിമാൻഡുകൾ, പിന്നോക്ക പദവി കിട്ടുകയാണെങ്കിൽ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകും. അപ്പോൾ ആ പിന്നോക്ക പദവിക്ക് വേണ്ടിയുള്ള ഡിമാൻഡുകൾ പരിശോധിക്കുന്നത് ആര് തന്നെയാണ്? ഈ പിന്നോക്ക വിഭാഗ കമ്മീഷനാണ്. അപ്പൊ എക്സാമിൻ ഡിമാൻഡ്സ് റിലേറ്റഡ് ബാക്ക്വേർഡ് സ്റ്റാറ്റസ്, പിന്നോക്ക വിഭാഗ പദവിക്ക് വേണ്ടിയുള്ള ഡിമാൻഡുകൾ പരിശോധിക്കുന്നു, അത്ര മതി. എക്സാമിൻ ഡിമാൻഡ്സ് റിലേറ്റഡ് ടു ബാക്ക്വേർഡ് സ്റ്റാറ്റസ് ആൻഡ് ഗിവ് എ സജഷൻ ടു ദി ഗവൺമെന്റ്. അത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ആൻഡ് ഗിവ് എ സജഷൻ ടു ദി ഗവൺമെന്റ്, ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ സമർപ്പിക്കൽ, അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. ആൻഡ് ഗിവ് സജഷൻ ടു ദ ഗവൺമെന്റ്, അവർക്ക് കൊടുക്കണോ വേണ്ടയുള്ള സജഷനൊക്കെ മുന്നോട്ട് വെക്കുന്നത് ആര് തന്നെയാണ്? ഈ പിന്നോക്ക വിഭാഗ കമ്മീഷനാണ്. അടുത്ത എൻഷുർ ദ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ആൻഡ് ലോസ് ഫോർ ദ ബാക്ക്വേർഡ് ക്ലാസസ്. ഈ പോയിന്റ് നമ്മൾ എല്ലായിടത്തും ഒരേപോലെ പഠിച്ച പോയിന്റ് ആണ്. മിക്കവാറുമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിലും നമുക്ക് ഈ പോയിന്റ് എഴുതാൻ സാധിക്കും. എൻഷുർ ദ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ആൻഡ് ലോസ്. എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ആൻഡ് ലോസ് ഫോർ ദ ബാക്ക്വേർഡ് ക്ലാസ്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണഘടനാ വ്യവസ്ഥകളും അതുപോലെ നിയമങ്ങളും ഒക്കെ ശരിയായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തലും ആരുടെ ജോലിയാണ്? ഈ പറഞ്ഞ ബാക്ക്വേർഡ് ക്ലാസ്. എൻഷുർ ദ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ആൻഡ് ലോസ്, അത്രയും മതി. എൻഷുർ ദ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ആൻഡ് ലോസ് ആർക്ക് വേണ്ടിയുള്ള? ഫോർ ദ ബാക്ക്വേർഡ് ക്ലാസസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് സബ്മിറ്റ് റിപ്പോർട്ട്സ് ഗവൺമെന്റ് ഫോർ ദ വെൽഫെയർ ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ്. പിന്നോക്ക വിഭാഗത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് അതൊക്കെ റിപ്പോർട്ടുകളായിട്ട് ആർക്ക് സമർപ്പിക്കൽ? ഗവൺമെന്റ് സമർപ്പിക്കൽ. അടുത്ത ടു മേക്ക് റെക്കമെൻഡേഷൻ, നിർദ്ദേശങ്ങൾ നൽകൽ എന്തിനു വേണ്ടിയുള്ള? ഫോർ ടേക്ക് സ്റ്റെപ്സ് അഗെയിൻസ്റ്റ് അട്രോസിറ്റീസ് ഫേസ്ഡ് ബൈ ബാക്ക്വേർഡ് ക്ലാസസ്. പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന അട്രോസിറ്റീസ് അത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ സമർപ്പിക്കൽ. അടുത്ത അതിനകത്തൊരു പോയിന്റ് ഉണ്ട്, ആൻഡ് എൻഷുർ ജസ്റ്റിസ്, നീതി ഉറപ്പാക്കൽ. അടുത്ത എക്സാമിൻ ഡിമാൻഡ്സ് റിലേറ്റഡ് ടു ബാക്ക്വേർഡ് സ്റ്റാറ്റസ്. പിന്നോക്ക വിഭാഗ പദവി വേണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കും പലതരത്തിലുള്ള വിഭാഗങ്ങൾ. നേരത്തെ പറഞ്ഞ മെയ്തി, കൂഗി ഇങ്ങനെ പോലുള്ള വിഭാഗങ്ങളൊക്കെ മണിപ്പൂർ കേസാണ്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് പരിശോധിക്കുന്നതും ആര് തന്നെയാണ്? ഈ പറഞ്ഞ ബാക്ക്വേർഡ് കമ്മീഷനാണ്. എക്സാമിൻ ദ ഡിമാൻഡ്സ് റിലേറ്റഡ് ടു ബാക്ക്വേർഡ് സ്റ്റാറ്റസ് ആൻഡ് ഗിവ് എ സജഷൻ ടു ദി ഗവൺമെന്റ്. അത് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകലും ആരുടെ പരിപാടിയാണ്? ഈ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷന്റെയാണ്. അടുത്ത നേരത്തെ എല്ലായിടത്തും പറഞ്ഞ പോയിന്റ് തന്നെയാണ്, എൻഷുർ ദ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ആൻഡ് ലോസ്. എൻഷുർ ദ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ആൻഡ് ലോസ്. ഇത് എല്ലായിടത്തും എഴുതാൻ സാധിക്കുന്നതാണ്. എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫോർ ദ ബാക്ക്വേർഡ് ക്ലാസസ്. അപ്പൊ ഇത് ബാക്കിയുള്ള കമ്മീഷന് അത് ഏത് കമ്മീഷനാണെന്ന് വെച്ചാൽ അതങ്ങ് എഴുതി വെച്ചാൽ മതി. അപ്പോൾ 4 പോയിന്റേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഏകദേശം ഈ ചാപ്റ്റർ ഏകദേശം കവർ ആയിട്ടുണ്ട്. എല്ലാ കമ്മീഷനുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ കമ്മീഷനുകളെല്ലാം തന്നെ എങ്ങനെയാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതെന്നാണ് ചോദ്യം. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി. ജനാധിപത്യത്തിന്റെ വ്യാപനത്തിൽ ഈ സ്ഥാപനങ്ങളുടെ പങ്ക്. ഈ ചോദ്യത്തിന് ആൻസർ ആണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. സ്പ്രെഡ് ഓഫ് ഡെമോക്രസി, റോൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. Democracy will be complete only when socially, economically backward sections of people are brought into mainstream of society.
ജനാധിപത്യം പൂർണ്ണമാകുന്നത് only when socially economically backward section of people are brought to mainstream of society. ജനാധിപത്യം പൂർണ്ണമാകുന്നത് സാമൂഹികമായിട്ട് സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാര് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണമാവുന്നത്. എന്ന് വെച്ചാൽ SC ST വിഭാഗങ്ങൾ പോലുള്ള ആൾക്കാരെ എല്ലാം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണമാവുന്നത്. ഡെമോക്രസി വിൽ ബി കംപ്ലീറ്റ് only when socially economically backward section of people are brought to mainstream of society. The success and failure of democratic system of administration. ജനാധിപത്യത്തിന്റെ വിജയവും പരാജയവും ഡിപ്പെൻഡ് ഓൺ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ പങ്കാളിത്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ജനാധിപത്യത്തിന്റെ വിജയവും പരാജയവും. ദ സക്സസ് ആൻഡ് ഫെയിലർ ഓഫ് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പെൻഡ് ഓൺ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും? പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ. ജനങ്ങൾ എത്രമാത്രം പങ്കെടുക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ജനാധിപത്യത്തിന്റെ വിജയവും പരാജയവും. The constitution and extra constitutional bodies have an important role. ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനേതര സ്ഥാപനങ്ങളും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ഇൻ എൻഷുറിംഗ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഡിഫറെന്റ് സെക്ഷൻ ഓഫ് പീപ്പിൾ ഇൻ ദ പൊളിറ്റിക്കൽ പ്രോസസ്സ്. അപ്പോൾ വ്യത്യസ്ത വിഭാഗം ജനങ്ങളെ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുപ്പിച്ച് ഉറപ്പുവരുത്തൽ നിർണായകമായി പങ്കുവഹിക്കുന്നുണ്ട് ആര്? ഭരണഘടനാ സ്ഥാപനവും ഭരണഘടനേതര സ്ഥാപനവും. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആൻഡ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഹാവ് ആൻ ഇമ്പോർട്ടന്റ് റോൾ എൻഷുറിംഗ് ഉറപ്പുവരുത്തുന്നു എന്താണ്? പാർട്ടിസിപ്പേഷൻ ഓഫ് ഡിഫറെന്റ് സെക്ഷൻ ഓഫ് പീപ്പിൾ വ്യത്യസ്ത വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു എവിടെ? പൊളിറ്റിക്കൽ പ്രോസസ് എന്ന് വെച്ചാൽ രാഷ്ട്രീയ പ്രക്രിയ. ഏതാണ് രാഷ്ട്രീയ പ്രക്രിയ? തെരഞ്ഞെടുപ്പ് പ്രക്രിയ. ഇലക്ഷൻ പ്രക്രിയയില് അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയില് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രക്രിയയില് ഈ പറഞ്ഞ ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനേതര സ്ഥാപനങ്ങളും നിർണായകമായി പങ്കുവഹിക്കുന്നുണ്ട് ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിൽ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഹാവ് ആൻ ഇമ്പോർട്ടന്റ് റോൾ എൻഷുറിംഗ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഡിഫറെന്റ് സെക്ഷൻ ഓഫ് പീപ്പിൾ ഇൻ ദ പൊളിറ്റിക്കൽ പ്രോസസ്. ഫോർ എക്സാമ്പിൾ അങ്ങനെ പങ്കെടുപ്പിക്കുന്നതിൽ ഉദാഹരണമായിട്ട് പറയുകയാണ്. ഫോർ എക്സാമ്പിൾ ഏതാണത്? ഇലക്ഷൻ കമ്മീഷൻ. അപ്പൊ ഇത്ര നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞാണ് ഡെമോക്രസി വിൽ ബി കംപ്ലീറ്റ് ഓൺലി വെൻ സോഷ്യലി എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻ ഓഫ് പീപ്പിൾ ആർ ബ്രോട്ട് ഇൻ മെയിൻ സ്ട്രീം ഓഫ് സൊസൈറ്റി. സാമൂഹികമായിട്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ജനാധിപത്യം പൂർണ്ണമാവുന്നത്. The success and failure of democratic system of administration. ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിന്റെ വിജയവും പരാജയവും എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും? ഡിപ്പെൻഡ് ഓൺ പാർട്ടിസിപ്പേഷൻ ഓഫ് ജനങ്ങളുടെ പങ്കാളിത്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇനി അതെങ്ങനെയാണ് പങ്കെടുപ്പിക്കുന്നത്? ആരാണ് പങ്കെടുപ്പിക്കുന്നത്? നിർണായകമായി പങ്കുവഹിക്കുന്നതെന്ന് പറയണം. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആൻഡ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഹാവ് ആൻ ഇമ്പോർട്ടന്റ് റോൾ എൻഷുറിംഗ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഡിഫറെന്റ് സെക്ഷൻ ഓഫ് പീപ്പിൾ ഇൻ പൊളിറ്റിക്കൽ പ്രോസസ്. ഫോർ എക്സാമ്പിൾ ആരാണത്? ഇലക്ഷൻ കമ്മീഷൻ. ഇനി നമ്മൾ ഇങ്ങനെ പങ്കെടുപ്പിച്ച് ജനാധിപത്യം ശക്തിപ്പെടുന്നതിൽ ആദ്യമായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു. ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ. ഇനി ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത്. സിൻസ് 1951 to 1952 എന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടന രൂപീകൃതമായി തീർന്നത് 1950 ജനുവരി 26 അപ്പൊ അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്, ഇന്ത്യയിലെ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1951-52 കാലയളവിലാണ്. സിൻസ് 1951 to 1952 1951-52 കാലയളവ് മുതൽക്ക് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഹാസ് ബീൻ ടേക്കിംഗ് മെഷേഴ്സ് സ്ട്രെങ്തൻ ഇലക്ടറൽ ഡെമോക്രസി. 1951-52 കാലം മുതൽക്കേ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട്. എന്തിനാണ്? ഇലക്ട്രൽ ഡെമോക്രസി, ജനാധിപത്യത്തെ ശക്തിപ്പെടുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട്. ത്രൂ ഫങ്ഷൻസ് ലൈക്ക്, അങ്ങനെ കാക്കണം ബാക്കി. ത്രൂ ഫങ്ഷൻസ് ലൈക്ക് ഇതിലൂടെയൊക്കെയാണെന്ന് പറയണം. ഇതിലൂടെയൊക്കെയാണ് ഡീലിമിറ്റേഷൻ ഓഫ് ഇലക്ട്രൽ കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പൊ ഇലക്ട്രൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിയോജക മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിലൂടെ, പ്രിപ്പറേഷൻ ഓഫ് ഇലക്ട്രൽ റോൾ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലൂടെ, ഇംപ്ലിമെന്റേഷൻ യൂണിവേഴ്സൽ അഡൽട്ട് സഫറേജ് എന്ന് വെച്ചാൽ പ്രായപൂർത്തി വോട്ടവകാശം 18 വയസ്സ് കഴിയുമ്പോഴാണ് ഇന്ത്യയിലേക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിക്കുന്നത്. അത് നടപ്പിലാക്കുന്നതിലൂടെ, റെക്കഗ്നീഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കുന്നതിലൂടെ, ഇംപ്ലിമെന്റേഷൻ ഇലക്ട്രൽ റിഫോംസ് എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ, ആൻഡ് പ്രൊമോഷൻ ഓഫ് ഇലക്ട്രൽ ലിറ്ററസി എന്ന് വെച്ചാൽ സാക്ഷരത നടപ്പിലാക്കുന്നതിലൂടെ, എന്ന് വെച്ചാൽ ഇലക്ഷൻ സാക്ഷരത നടപ്പിലാക്കുന്നതിലൂടെ, അതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ജനാധിപത്യത്തെ ആര് ശക്തിപ്പെടുന്നുണ്ട്? ഇലക്ഷൻ കമ്മീഷൻ. But since 1951 to 1952, election commission has taken measures to strengthen electoral democracy through functions like ഇതിലൂടെയൊക്കെയാണ് പറഞ്ഞത് പ്രിപ്പറേഷൻ ഓഫ് ഡീലിമിറ്റേഷൻ ഓഫ് ഇലക്ട്രൽ കോൺസ്റ്റിറ്റ്യുവൻസി. അതായത് നമ്മൾ നേരത്തെ പഠിച്ചാണ് എന്താണ് കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ളത്, എന്താണ് നിയോജക മണ്ഡലങ്ങൾ. ഒരു തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ പല ജോഗ്രഫിക്കൽ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയുള്ള ഏരിയ വിളിക്കുന്ന ഈ ജോഗ്രഫിക്കൽ ഏരിയയിൽ ഏകദേശം ഒരേ പോപ്പുലേഷൻ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള ഏരിയ വിളിക്കുന്ന പേരാണ് ഈ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത്. ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പുനർനിർണയത്തിലൂടെ ഡീലിമിറ്റേഷൻ ഓഫ് ഇലക്ട്രൽ കോൺസ്റ്റിറ്റ്യുവൻസി. ഇപ്പൊ ലോക്സഭയിലാണെങ്കിൽ എത്ര നിയോജക മണ്ഡലങ്ങളാണുള്ളത്? 543 നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്.
ലോക്സഭയിലേക്ക്. അപ്പോൾ ഡീലിമിറ്റേഷൻ ഇലക്ട്രൽ കോൺസ്റ്റിറ്റ്യുവൻസി, പ്രിപ്പറേഷൻ ഓഫ് ഇലക്ട്രൽ റോള്, ഇലക്ട്രൽ പട്ടികകൾ തയ്യാറാക്കൽ, അടുത്ത ഇംപ്ലിമെന്റേഷൻ യൂണിവേഴ്സൽ ആയിട്ട് സഫറേജ്, അടുത്തത് റെക്കഗ്നീഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി, ഇംപ്ലിമെന്റേഷൻ ഇലക്ട്രൽ റിഫോംസ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ഇലക്ട്രൽ ലിറ്ററസി. അപ്പോൾ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് എന്ന കാര്യം മനസ്സിലാക്കി. ഇനി നമ്മൾ ബാക്കിയുള്ള കമ്മീഷനെ കുറിച്ച് പറയണം. ഏതൊക്കെയാണ്? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, അടുത്ത വുമൺ കമ്മീഷൻ, അടുത്ത മൈനോറിറ്റി കമ്മീഷൻ, അടുത്ത ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ, അടുത്ത ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ. ഇവയെല്ലാം എന്താ ചെയ്യുന്നത്? അപ്പോൾ ഏതൊക്കെയാണ് കമ്മീഷൻ? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, വുമൺ കമ്മീഷൻ, മൈനോറിറ്റി കമ്മീഷൻ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ, പിന്നെ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ എംപവറിംഗ്, ശക്തിപ്പെടുത്തുന്നു ഹിസ്റ്റോറിക്കലി മാർജിനലൈസ്ഡ് പീപ്പിൾ. പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ എംപവറിംഗ് എന്തിനാണ്? മാർജിനലൈസ്ഡ് സെക്ഷൻ ഓഫ് പീപ്പിൾ എന്ന് വെച്ചാൽ അവഗണിക്കപ്പെട്ട ആൾക്കാരെയൊക്കെ, ചരിത്രപരമായി അവഗണിക്കപ്പെട്ട ആൾക്കാരെയൊക്കെ ശക്തിപ്പെടുത്തുന്നു ഈ പറഞ്ഞ കമ്മീഷനെല്ലാം. ദീസ് കമ്മീഷൻ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ എംപവറിംഗ് മാർജിനലൈസ്ഡ് സെക്ഷൻ ഓഫ് പീപ്പിൾ, അവഗണിക്കപ്പെട്ട ആൾക്കാരെല്ലാം ശക്തിപ്പെടുത്തുന്നു. ആൻഡ് ഇന്റഗ്രേറ്റ് ദം ഇൻറ്റു പൊളിറ്റിക്കൽ പ്രോസസ്, അവരെല്ലാം രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുപ്പിക്കുന്നു. കൂടാതെ ആൻഡ് ബ്രിങ്ങിങ് ദം ഇൻറ്റു മെയിൻ സ്ട്രീം ഓഫ് സൊസൈറ്റി, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ ദീസ് കമ്മീഷൻ പൊതുവെ അങ്ങ് പറയുകയാണ്, എല്ലാ കമ്മീഷനും ഒരുപോലെ നിർത്തി അങ്ങ് പറയുകയാണ്. ദീസ് കമ്മീഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ എംപവറിംഗ്, എന്തിനാണ്? ഹിസ്റ്റോറിക്കലി മാർജിനൽ സെക്ഷൻ ഓഫ് പീപ്പിൾ, ചരിത്രപരമായിട്ട് അവഗണിക്കപ്പെട്ട ആൾക്കാരെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കുന്നുണ്ട് ഈ കമ്മീഷൻ എല്ലാം തന്നെ. ആ ഇന്റഗ്രേറ്റ് ദം ഇൻറ്റു പൊളിറ്റിക്കൽ പ്രോസസ്, അവരെ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാക്കി തീർക്കുന്നു. കൂടാതെ ആൻഡ് ബ്രിങ്ങിങ് ദം ഇൻറ്റു മെയിൻ സ്ട്രീം ഓഫ് സൊസൈറ്റി, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഈ പറഞ്ഞ കമ്മീഷനുകൾ സഹായിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞാണ്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിൽ ഒരു കമ്മീഷന്റെ പേര് എടുത്തു പറയുകയാണ്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ എൻഷുറിംഗ് സിവിൽ റൈറ്റ്സ്, പൗരാവകാശങ്ങൾ ഉറപ്പുവരുത്തിയതിൽ നിർണായകമായി പങ്കുവഹിക്കുന്നുണ്ട് ആര്? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ, കമൻഡബിൾ റോളിന് പകരം ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എൻഷുറിംഗ് സിവിൽ റൈറ്റ്സ് ആൻഡ് ദെയർബൈ സ്ട്രെങ്തനിങ് ഡെമോക്രാറ്റിക് പ്രോസസ്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട് എന്തിനകത്താണ്? എൻഷുറിംഗ് സിവിൽ റൈറ്റ്സ് ആൻഡ് ദെയർബൈ സ്ട്രെങ്തനിങ് ഡെമോക്രാറ്റിക് പ്രോസസ്. പൗരാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ എൻഷുറിംഗ് സിവിൽ റൈറ്റ്സ് ആൻഡ് ദെയർബൈ സ്ട്രെങ്തനിങ് ഡെമോക്രാറ്റിക് പ്രോസസ്. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷൻ വളരെ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞു, എങ്ങനെയാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് പറഞ്ഞു. ഇനി അടുത്ത വുമൺ കമ്മീഷൻ. വുമൺ കമ്മീഷൻ മേക്സ് ഡെമോക്രസി സ്ട്രോങ്ങർ, നേരത്തെ പറഞ്ഞ മീനിങ് ഫുൾ ആക്കി മാറ്റുന്നു. വുമൺ കമ്മീഷൻ മേക്സ് ഡെമോക്രസി മീനിങ് by taking steps to uphold the dignity of women. അപ്പോൾ സ്ത്രീകളുടെ അന്തസ് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ആര്? വുമൺ കമ്മീഷൻ. വുമൺ കമ്മീഷൻ മേക്സ് ഡെമോക്രസി മീനിങ് ഫുൾ അല്ലെങ്കിൽ സ്ട്രോങ്ങർ ആക്കി മാറ്റുന്നു. ബൈ എങ്ങനെയാണ്? ടേക്കിംഗ് സ്റ്റെപ്സ് ടു അപ്ഹോൾഡ് ദ ഡിഗ്നിറ്റി ഓഫ് വുമൺ. അപ്പോൾ സ്ത്രീകളുടെ പദവി അല്ലെങ്കിൽ അന്തസ് ഉയർത്തുന്ന നടപടികൾ കൈക്കൊണ്ടുകൊണ്ട് വനിതാ കമ്മീഷൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. കൂടാതെ പ്രിവെന്റ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് അവർക്കെതിരായിട്ടുള്ള ക്രൂരതകൾ തടഞ്ഞുകൊണ്ടും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നവര് വുമൺ കമ്മീഷൻ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മൾ വുമൺ കമ്മീഷനെ കുറിച്ച് പറഞ്ഞത്. വുമൺ കമ്മീഷൻ മേക്സ് എ ഡെമോക്രസി മീനിങ്ഫുൾ ബൈ ടേക്കിംഗ് സ്റ്റെപ്സ് ടു അപ്ഹോൾഡ് ഡിഗ്നിറ്റി ഓഫ് വുമൺ ആൻഡ് പ്രിവെന്റ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ്. അപ്പൊ രണ്ട് ഭാഗമായി, ഒന്ന് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും അടുത്ത വുമൺ കമ്മീഷനും. ഇനി അടുത്ത മൈനോറിറ്റി കമ്മീഷൻ. മൈനോറിറ്റി കമ്മീഷൻ കൺസോളിഡേറ്റ് ഡെമോക്രസി. മൈനോറിറ്റി കമ്മീഷൻ സ്ട്രെങ്തൻ ഡെമോക്രസി. മൈനോറിറ്റി കമ്മീഷൻ എന്തിനു ശക്തിപ്പെടുത്തുന്നു? ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു. ബൈ എങ്ങനെയാണ്? ബൈ പ്രിവെന്റിംഗ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് മൈനോറിറ്റീസ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടഞ്ഞുകൊണ്ട് മൈനോറിറ്റി കമ്മീഷൻ അഥവാ ന്യൂനപക്ഷ കമ്മീഷൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. ആൻഡ് എൻഷുറിംഗ് റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്. എന്ത് ഉറപ്പുവരുത്തിക്കൊണ്ടാണ്? മൈനോറിറ്റീസ് മീൻസ് ന്യൂനപക്ഷങ്ങളുടെ. ഏതൊക്കെയാണ് ന്യൂനപക്ഷങ്ങൾ? നമ്മൾ നേരത്തെ മനസ്സിലായി, റിലീജിയസ്, ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ മൈനോറിറ്റീസ് അല്ലേ? മത, ഭാഷ, സാംസ്കാരിക ന്യൂനപക്ഷങ്ങൾ. അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്. അവരുടെ അവകാശങ്ങൾ, അത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് അവർക്കെതിരായിട്ടുള്ള ക്രൂരതകൾ തടഞ്ഞുകൊണ്ട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ആര്? മൈനോറിറ്റി കമ്മീഷൻ. മൈനോറിറ്റി കമ്മീഷൻ കൺസോളിഡേറ്റ് ഡെമോക്രസി ബൈ പ്രിവെന്റിംഗ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് മൈനോറിറ്റീസ് ആൻഡ് എൻഷുറിംഗ് റൈറ്റ്സ് ഓഫ് മൈനോറിറ്റി. ഇനി അടുത്ത SC ആൻഡ് SC/ST കമ്മീഷൻ. SC ആൻഡ് ST ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ. അവരെങ്ങനെയാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത്?
SC and SC/ST Commission performs significant responsibility by taking steps to resolve socio-economic issues faced by scheduled caste and scheduled tribes. അത്രയൊന്നും വേണ്ട. SC/ST Commission taking steps to resolve socio-economic issues faced by scheduled caste and scheduled tribes. സാമൂഹ്യ അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ജനാധിപത്യം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് SC/ST കമ്മീഷൻ. SC/ST കമ്മീഷൻ ടേക്ക് സ്റ്റെപ്സ് ടു റിസോൾവ് സോഷ്യോ എക്കണോമിക് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് ടു ഇന്റഗ്രേറ്റ് ദം ഇൻ മെയിൻ സ്ട്രീം ഓഫ് സൊസൈറ്റി. അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ആര്? SC/ST കമ്മീഷൻ. SC/ST കമ്മീഷൻ perform significant responsibility by taking steps to resolve socio-economic issues faced by scheduled caste and scheduled tribes. പട്ടികജാതി പട്ടികവർഗക്കാരുടെ നേരിടുന്ന സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കൂടാതെ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുവാന് SC/ST കമ്മീഷൻ. അപ്പൊ അത്രയാണ് SC/ST കമ്മീഷനെ കുറിച്ച്. ഇനി ഒരു കമ്മീഷനും കൂടെ ഉള്ളൂ, ഇത് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ. നേരത്തെ പറഞ്ഞ പോയിന്റ് ഇങ്ങോട്ടങ്ങ് വെച്ചാൽ മതി, SC/ST കമ്മീഷന്റെ പോയിന്റ് വെച്ചോ മതി. എങ്ങനെയാണ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ എന്ത് ചെയ്യുന്നു? ട്രൈ ടു റിസോൾവ് സോഷ്യോ എക്കണോമിക് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ആരനുഭവിക്കുന്ന ബാക്ക്വേർഡ് ക്ലാസ്, സാമൂഹികമായിട്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ഈ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ. ആൻഡ് ഇന്റഗ്രേറ്റ് ദ ഇൻ മെയിൻ സ്ട്രീം ഓഫ് സൊസൈറ്റി, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ. ആ SC/ST കമ്മീഷൻ നേരെ എടുത്ത് ഇങ്ങോട്ടും കിട്ടാതെ എങ്ങനെയാണ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ട്രൈ ടു സോൾവ് എന്ത് ചെയ്യുന്നു? സോഷ്യോ എക്കണോമിക് ഇഷ്യൂസ് ആരുടെയാണ്? ബാക്ക്വേർഡ് ക്ലാസസ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ദം ഇൻ ടു മെയിൻ സ്ട്രീം ഓഫ് സൊസൈറ്റി, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ആര്? ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ. അങ്ങനെയാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കുന്ന ആര്? ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ പറഞ്ഞ കാര്യം ഓരോ കമ്മീഷനുകളും എങ്ങനെയാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുന്നത്. ഇവിടെ പറഞ്ഞ കാര്യം ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുന്നത്. അടുത്ത പദത്തിൽ മൊത്തത്തിൽ അങ്ങ് പറഞ്ഞാണ് ഓരോ കമ്മീഷനുകളും എങ്ങനെയാണ് ഓരോ വിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു പറഞ്ഞു. ഇനി അടുത്തത് ഇവിടെ പറഞ്ഞ കാര്യം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എങ്ങനെയാണ് ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നത്, അടുത്ത വുമൺ കമ്മീഷൻ എങ്ങനെയാണ് ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നത്, അടുത്ത മൈനോറിറ്റി കമ്മീഷൻ എങ്ങനെയാണ്, അടുത്ത SC/ST കമ്മീഷൻ, ലാസ്റ്റ് ഭാഗത്തിൽ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ എങ്ങനെയാണ് ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നത്. ഇത്രയാണ് നമ്മൾ ഈ ഭാഗത്തിൽ ചർച്ച ചെയ്തത്. ഈ ലാസ്റ്റ് ഭാഗത്തിൽ നമ്മൾ ഇതിന്റെ ഒരു ഏതൊക്കെ കമ്മീഷൻ എന്നാണ് രൂപീകരിക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇലക്ഷൻ കമ്മീഷൻ എന്നാ രൂപീകരിക്കപ്പെട്ടത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. 1950 ജനുവരി 25 ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 324 324. എന്നാൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് 1993 ഒക്ടോബർ 12 ഉറപ്പിച്ചു വെക്കണം. 1993 ഒക്ടോബർ 12 എന്ത് രൂപീകരിക്കപ്പെട്ടത്? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അഥവാ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. അടുത്ത വുമൺ കമ്മീഷൻ രൂപീകൃതമായത് 31 ജനുവരി 1992 93 ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, 92 വുമൺ കമ്മീഷൻ, 31 ജനുവരിയിലാണ്. അടുത്ത മൈനോറിറ്റി കമ്മീഷൻ 17 മെയ് 1993 മൈനോറിറ്റി കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകൃതമായി തീർന്നത് 1993 മെയ് 17 അടുത്ത SC/ST കമ്മീഷൻ 2004 SC/ST കമ്മീഷൻ 2 രൂപീകൃതമായി തീർന്നത് 2004 ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ 1993 എന്നാൽ അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് ലഭിച്ച 2018 ഭരണഘടനാ പദവി ലഭിച്ചത്. അപ്പൊ 3 സ്ഥാപനങ്ങളേ ഉള്ളൂ. ഏത് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? 1 ഇലക്ഷൻ കമ്മീഷൻ, 2 SC/ST കമ്മീഷൻ, 3 ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ. ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷന്റെ ഭരണഘടനാ പദവി ലഭിച്ചത് 2018. അടുത്ത ആക്ടുകൾ ഏതൊക്കെയാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. റെപ്രസെന്റേഷൻ പീപ്പിൾസ് ആക്ട് 1950 ആൻഡ് 1951 രണ്ടെണ്ണം ഉണ്ട്. ഏത്? 1950, 51. ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 327. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഏത് ആർട്ടിക്കിൾ പ്രകാരം? 324. അപ്പൊ റെപ്രസെന്റേഷൻ പീപ്പിൾസ് ആക്ട് 1950 ആൻഡ് 1951 ആർട്ടിക്കിൾ 327. അടുത്ത പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 28 സെപ്റ്റംബർ 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം അതെന്നാണ് 1993 സെപ്റ്റംബർ 28 അത് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 ഡൗറി സ്ത്രീധന നിരോധന നിയമം അതെന്നാണ് 1961 അത് ഉറപ്പിച്ചിരിക്കുന്നത് 1961. അടുത്ത പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്നുവെച്ചാൽ ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 2006 നിലവിൽ വന്നതൊക്കെ നമ്മൾ പഠിച്ചാണ്. അടുത്ത SC/ST ആക്ട് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് അട്രോസിറ്റീസ് ആക്ട് SC/ST ആക്ട് എന്നാണ് 1989 1989 SC/ST ആക്ട്. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്റർ.